കണ്ട കാണാൻ തന്നെ എന്താ ഭംഗി നോക്ക്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. ഈ ലുക്ക് മാത്രമല്ല കേട്ടോ, ടേസ്റ്റ് ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഫിഷിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഈ വെജിറ്റബിൾസും കൂടെ കൂട്ടിയിട്ട് ആഹാ. ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് ഫിഷാണ്. നമ്മളിപ്പോൾ ബാസ ഫിഷാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഫിഷ് വെച്ചിട്ട് ഉണ്ടാക്കിയാലാണ് ഇതിന് ഈ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ്, അതായത് നമുക്ക് മൂന്നേ ഇൻഗ്രീഡിയൻസ് മതി അതിൻ്റെ ഫിഷ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതിൻ്റെ കൂടെ വാട്ട് വി ആർ ഡൂയിങ് ഈസ് ഒരു സോട്ടഡ് വെജീസും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കോമ്പിനേഷൻ ആകുമ്പോൾ എ പെർഫെക്റ്റ് കോമ്പിനേഷൻ ഓഫ് പ്രോട്ടീൻ ആൻഡ് വെജീസ്. അപ്പോൾ എ ഗുഡ് ഡയറ്റ് ഫിഷ്. അപ്പോൾ ഇത് ഏകദേശം 1 കിലോ ബാസ ഫിഷ് ഉണ്ട്. നമ്മളിത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണേ. 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ പെപ്പർ പൗഡർ, ഒരു ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്യുക. പിന്നെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പാൻ വെക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ബട്ടറിലാണ് കേട്ടോ കുക്ക് ചെയ്ത് കാണിക്കുന്നത്. ഇതിൽ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫൈൻലി ചോപ്ഡ് ഗാർലിക്കാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഗാർലിക്ക് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വേണം കേട്ടോ നമ്മൾ ഈ ഫിഷ് ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചു കൊടുക്കാം. കണ്ടോ, ഇതിൽ നിന്ന് തന്നെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഹൈ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാൻ. അപ്പോൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. ആ സെയിം പാനിൽ തന്നെ വെജിറ്റബിൾസ് കുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാണ്, ഗാർലിക്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവർ, ക്യാപ്സിക്കം, യെല്ലോയും ഗ്രീനും, ഉപ്പിട്ട് കൊടുക്കാവേ. പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുളി ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് ലൈമും കൂടെ നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ സോട്ടഡ് വെജീസും റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്താ ഭംഗി നോക്ക്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. ഈ ലുക്ക് മാത്രമല്ല കേട്ടോ, ടേസ്റ്റ് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഫിഷിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഈ വെജിറ്റബിൾസും കൂടെ കൂട്ടിയിട്ട് ആഹാ. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. സൂപ്പർ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. കാരണം നമ്മൾ മിനിമം ഇൻഗ്രീഡിയൻസേ ചേർത്തിട്ടുള്ളൂ, പക്ഷേ ഇറ്റ്സ് ടേസ്റ്റ് സോ യം ദാറ്റ് കീപ്പ് ഓൺ ഈറ്റിംഗ് ആണോ. ഇത് പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷാണ് ഈ ബാസ എന്ന് പറയുന്നത്. അപ്പോൾ അത് അടിപൊളി. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഡിയർ വൺസിനെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ വാല്യുബിൾ കമൻസും റിവ്യൂസും ഒക്കെ എന്നെ അറിയിക്കണം. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് ഫിഷും കൂടിയാണ്. അപ്പോൾ ഡയറ്റ് നോക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് ഞാൻ എടുത്തു പറയുകയാണ്, ഇത് അടിപൊളിയായിട്ടുള്ളൊരു പ്രോട്ടീൻ വെജ് കോംബോ ആണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഡിയർ വൺസിന് ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഡിയർ വൺസിന് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അടുത്തൊരു അടിപൊളി ഡിഷായിട്ട് വരുന്നത് വരെ ബൈ.